Welcome to Simply's English course. Dear students, we are going to study Higher Secondary Plus 1 English course, Chapter 1. Dear students, പ്ലസ് വൺ ഇംഗ്ലീഷിന് വേണ്ടി തയ്യാർ ചെയ്യപ്പെട്ടിട്ടുള്ള ടെക്സ്റ്റ് പുസ്തകം 6 യൂണിറ്റുകൾ ഉൾക്കൊള്ളുന്നു. ഫസ്റ്റ് യൂണിറ്റ് ഗ്ലിംപ്സസ് ഓഫ് ഗ്രേറ്റ്നെസ്, സെക്കൻഡ് വേർഡ്സ് ആൻഡ് ഡീഡ്സ്, third unit beyond the horizon, fourth unit braving the hazards, fifth unit harmony of life, sixth unit leaps and bounds. ഇതിൽ ഒന്നാമത്തെ യൂണിറ്റ് ഗ്ലിംസസ് ഓഫ് ഗ്രേറ്റ്നെസ്, മഹത്വത്തിൻ്റെ ദർശനങ്ങൾ. അതിൽ 4 ചാപ്റ്ററുകളാണുള്ളത്. ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന ലയം ഓഫ് ലഹറ്റിയുടെ ഒരു കഥ. അതിനു മുമ്പായി ആബ്സ് ഫസ്റ്റ് സ്പീച്ച് എന്ന് പറയുന്ന അബ്രഹാം ലിങ്കൻ്റെ ഒരു അനക്ഡോട്ടിൻ്റെ ഭാഗം കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മൂന്നാമതായി ഐ വിൽ ഫ്ലൈ എന്ന ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ ഒരു കുറിപ്പ്. മറ്റൊന്ന് കസ്റ്റ്ഫോർഡ് എ തിയറി ഓഫ് എവറിത്തിങ് എന്ന കില്ലിഗെയിൽ ഫെർഗൂസൻ്റെ, അതുപോലെ തന്നെ റുഡ്യാർഡ് കിപ്ലിങ്ങിൻ്റെ ഒരു ഇഫ് എന്ന ഒരു കവിതയുമാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. സം ആർ ബോൺ ഗ്രേറ്റ്, സം അച്ചീവ് ഗ്രേറ്റ്നെസ്, സം ഹാവ് ഗ്രേറ്റ്നെസ് ത്രസ്റ്റ് അപ്പോൺ ദം. വില്യം ഷേക്സ്പിയറുടെ വാക്കുകളാണിത്. ചിലർ വലിയവരായി ജനിക്കുന്നു, ചിലർ മഹത്വം നേടിയെടുക്കുന്നു, ചിലരിൽ അത് അടിച്ചേൽപ്പിക്കപ്പെടുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്ക്. മഹത്വം ഒരു ജന്മഗുണമാണോ? വിജയികളത് നേടിയെടുക്കുകയാണോ അതോ അവരിലത് അടിച്ചേൽപ്പിക്കുകയാണോ? എന്നെ സംബന്ധിച്ചിടത്തോളം മഹത്വം എന്നത് ജന്മനാലുള്ളതല്ല. ജീവിതത്തിൽ വിജയിച്ചവർ അത് നേടിയെടുക്കുകയാണ് പതിവ്. എബ്രഹാം ലിങ്കണും മഹാത്മാഗാന്ധിയും നെൽസൺ മണ്ടേലയും മദർ തെരേസയും ഡോക്ടർ APJ അബ്ദുൽ കലാം തുടങ്ങിയ ജീവിതം തന്നെ നോക്കാം. അവരെല്ലാം വിജയം കൊയ്തെടുത്തത് കഠിനാധ്വാനത്തിലൂടെയും സ്ഥിരോത്സാഹത്തിലൂടെയും ധൈര്യത്തിലൂടെയും ഉറച്ച വിശ്വാസത്തിലൂടെയുമൊക്കെയാണ്. അവരിലൊരിക്കലും വിജയം അടിച്ചേൽപ്പിക്കപ്പെട്ടതല്ല. അവർ അതിനുവേണ്ടി പ്രയത്നിക്കുകയും അത് നേടിയെടുക്കുകയും ചെയ്തു. നിങ്ങൾ ഈ ഒരു ചിത്രം കാണുന്നുണ്ട് അല്ലേ? ഗ്രേറ്റ്നെസ്. ഈ ഗ്രേറ്റ്നെസ് നേടിയെടുക്കാൻ നമുക്ക് എന്തൊക്കെ ആവശ്യമുണ്ട്? ഈ ഒരു ഡയഗ്രത്തിൽ കാണുന്നത് പോലെ ഹാർഡ് വർക്ക്, കഠിനാധ്വാനം ചെയ്യണം. അതേപോലെ കറേജ്, ധൈര്യം നമുക്ക് വേണം. കോൺഫിഡൻസ്, ആത്മവിശ്വാസം നമുക്ക് വേണം. ഇതൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് ഗ്രേറ്റ്നെസ്, മഹത്വം നേടിയെടുക്കാൻ പറ്റുകയുള്ളൂ. അതേപ്രകാരം തന്നെ ഒപ്റ്റിമിസം നമുക്ക് വേണം. ശുഭാപ്തി വിശ്വാസം, എല്ലാം ശരിയാവുമെന്നുള്ളൊരു വിശ്വാസം. അതേപോലെ തന്നെ പെർസേവറൻസ് വേണം, സ്ഥിരോത്സാഹം, എന്തൂസിയാസ്റ്റിക്കായി മാറണം. അപ്രകാരം ഡിറ്റർമിനേഷൻ, ഉറച്ച തീരുമാനം നമുക്ക് വേണം. അപ്പോഴൊക്കെയാണ് ഗ്രേറ്റ്നെസ് നമ്മെ തേടിയെത്തുന്നത്. Now look at the picture. What thoughts and feelings does it evoke in you? നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഈ ചിത്രം അല്ലേ? നമ്മുടെ കുട്ടിക്കാലത്ത് അല്ലെങ്കിൽ സ്കൂൾ ജീവിതത്തിൽ അല്ലെങ്കിൽ ഹൈസ്കൂൾ ജീവിതത്തിൽ ഒക്കെ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകാം. സ്റ്റേജിൽ പരിപാടികൾ അവതരിപ്പിക്കാൻ നമ്മൾ ക്ഷണിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ അതിന് പേര് നൽകപ്പെടുമ്പോൾ നമുക്കൊരു പേടി, ഒരു വിറയൽ ഒക്കെ ഉണ്ടാവാറുണ്ട്. ഇങ്ങനെ ഏതെങ്കിലും നിലക്ക് അനുഭവങ്ങൾ ഇല്ലാത്തവർ വളരെ കുറവാണ്. എന്നാൽ ഇത് നേടിയെടുത്ത് ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ വലിയ പ്രഭാഷകനാകുമ്പോൾ, നമ്മൾ വലിയ ടീച്ചറാകുമ്പോൾ, വലിയ സാമൂഹ്യ പ്രവർത്തകനാകുമ്പോൾ നമ്മളത് നേടിയെടുത്തതിൻ്റെ ഓർമ്മകൾ നമുക്ക് തികട്ടി വരാറുണ്ട് അല്ലേ? അതെന്തുകൊണ്ട് നമ്മളങ്ങനെ നേടിയെടുത്തു? നമ്മുടെ ഹാർഡ് വർക്ക്, നമ്മുടെ സ്ഥിരോത്സാഹം, നമ്മുടെ കോൺഫിഡൻസ്, ഇങ്ങനെയൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊണ്ടുവന്നതിൻ്റെ ഫലം മാത്രമാണത്. ഇത് നഷ്ടപ്പെട്ട ആളുകൾക്ക് ജീവിതകാലം മുഴുവനും ഒരാളെ അഭിമുഖീകരിക്കാനോ ഒരാളോട് സംസാരിക്കാനോ ശേഷിയില്ലാത്തവനായി മാറും.
അതുകൊണ്ട് നമ്മുടെ പാഠഭാഗങ്ങൾ മുഴുവനായി ഈ ഗ്രേറ്റ്നെസ് എന്ന് പറയുന്ന ഗ്ലിംസസ് ഓഫ് ഗ്രേറ്റ്നെസ് എന്ന് പറയുന്ന ഈ യൂണിറ്റ് മുഴുവനായി നമുക്ക് മോട്ടിവേഷൻ നൽകുന്നതാണ്. ജീവിത വിജയം കണ്ടെത്താൻ വേണ്ടി ഉള്ള പാഠഭാഗങ്ങളും അതിന് ഉതകുന്ന രീതിയിലുള്ള ക്ലാസ്സുകളുമാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. പ്രധാനമായും ഇംഗ്ലീഷ് സംസാരിക്കാനും ഇംഗ്ലീഷ് ഉപയോഗപ്പെടുത്താനുമുള്ള ഒരു ആത്മവിശ്വാസം ഈ യൂണിറ്റിലൂടെ നമുക്ക് ലഭിക്കുന്നു. Look at these two pictures. What it says. One is the picture of lack of hard work, lack of confidence, lack of perseverance, lack of optimism. The same time, the next, cool and calm. Whatever he says very calm and cool, because the hard work, because the optimism, because the confidence. പ്രിയ വിദ്യാർത്ഥികളെ, ഏത് കാര്യത്തിനും വളരെ താല്പര്യത്തോടുകൂടെ, ആഗ്രഹത്തോടുകൂടെ, ധൈര്യത്തോടുകൂടെ മുന്നോട്ടിറങ്ങിയാൽ മാത്രമേ വിജയം കയ്യെത്താനാവൂ, കയ്യിലൊതുക്കാനാവൂ. അതാണ് ആബ്സ് ഫസ്റ്റ് സ്പീച്ച് എന്ന് പറയുന്ന അബ്രഹാം ലിങ്കൻ്റെ കഥ നമ്മെ ഓർമ്മപ്പെടുന്നത്. ഓക്കെ, നമുക്കത് ഒന്ന് മനസ്സിലാക്കാം. ആബ്സ് ഫസ്റ്റ് സ്പീച്ച്, അബ്രഹാം ലിങ്കൻ്റെ ആദ്യത്തെ പ്രസംഗം, സംസാരം. ആബ്സ് എന്ന് പറയുന്നത് അബ്രഹാം ലിങ്കനെയാണ്. ആബ് മെയ്ഡ് ഹിസ് ഫസ്റ്റ് സ്പീച്ച് വെൻ ഹി വാസ് എ ബോയ്. അബ്രഹാം ലിങ്കൻ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സംസാരം കുട്ടിയായിരുന്നപ്പോഴാണ് നടത്തിയത്. ഗോയിങ് ബെയർ ഫൂട്ട് എന്ന് പറഞ്ഞാൽ നഗ്നപാതനായി. ബെയർ നത്തിങ്, ഫൂട്ട് ബെയർ ഫൂട്ട്. ഹിസ് ട്രൗസേഴ്സ് ഹെൽഡ് അപ്പ് ബൈ വൺ സസ്പെൻഡർ. ഹിസ് ട്രൗസേഴ്സ്, അദ്ദേഹത്തിൻ്റെ ട്രൗസർ നിക്കർ. ഹെൽഡ് അപ്പ് ബൈ, കെട്ടിയിട്ടുണ്ട്, പിടിച്ചിട്ടുണ്ട്. ഹെൽഡ് അപ്പ് ബൈ വൺ സസ്പെൻഡർ ബെൽറ്റ് പോലത്തെ എന്തെങ്കിലും ആണ് സസ്പെൻഡർ എന്ന് പറയുന്നത്. ട്രൗസർ പിടിച്ച് കെട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനം. ആൻഡ് ഹിസ് ഷോക്ക് ഓഫ് ഹെയർ, അദ്ദേഹത്തിൻ്റെ മുടിക്കെട്ട് സ്റ്റിക്കിംഗ് ത്രൂ എ ഹോൾ, ഒരു ഹോളിലൂടെ പൊങ്ങി വരുന്നുണ്ട്, നിവർന്നു നിൽക്കുന്നുണ്ട്. ഇൻ ദി ക്രൗൺ ഓഫ് ഹിസ് ചീപ്പ് സ്ട്രോ ഹാറ്റ്, അദ്ദേഹത്തിൻ്റെ തലയിലുള്ള വളരെ വില കുറഞ്ഞ ഒരു സ്ട്രോ ഹാറ്റ്, ഒരു തൊപ്പി, അതിൻ്റെ മുകളിലൂടെ ഒരു ഹോളിലൂടെ അവൻ്റെ മുടി പൊങ്ങിക്കിടക്കുന്നുണ്ട്. നെക്സ്റ്റ് പാര. ആബ് ഇൻ കമ്പനി വിത്ത് ഹിസ് റെയിൽ സ്പ്ലിറ്റിംഗ് കമ്പാനിയൻ ഡെനീസ് ഹാങ്സ്. ആബ് അവൻ്റെ ഇൻ കമ്പനി വിത്ത് കൂട്ടുകാരനായിക്കൊണ്ട്, കൂട്ടുകാരൻ്റെ കൂടെ. ഹിസ് റെയിൽ സ്പ്ലിറ്റിംഗ് കമ്പാനിയൻ. റെയിൽ സ്പ്ലിറ്റിംഗ് എന്ന് പറഞ്ഞാൽ റെയിലിൽ പാതത്തിന് ഇടയിലുള്ള ഫെൻസ് നിർമ്മിക്കാൻ വേണ്ടി, വേലി നിർമ്മിക്കാൻ വേണ്ടി മരം കീറി വേലി നിർമ്മിക്കുന്ന ഒരു രീതിയുണ്ട്. അത് ചെയ്തുകൊണ്ടിരിക്കുന്ന അവൻ്റെ കൂട്ടുകാരനുമൊത്ത്. ആ കൂട്ടുകാരൻ്റെ പേരാണ് ഡെനീസ് ഹാങ്സ്. അറ്റൻഡഡ് എ പൊളിറ്റിക്കൽ മീറ്റിംഗ്, അദ്ദേഹം ഒരു രാഷ്ട്രീയ മീറ്റിങ്ങിൽ പങ്കെടുത്തു. വിച്ച് വാസ് അഡ്രസ്ഡ് ബൈ എ ടിപ്പിക്കൽ സ്റ്റംപ് സ്പീക്കർ, അത് അഡ്രസ് ചെയ്തിരുന്നത്, സംസാരിച്ചിരുന്നത് ഒരു സ്റ്റംപ് സ്പീക്കറാണ്. സ്റ്റംപ് സ്പീക്കർ എന്ന് പറഞ്ഞാൽ ഒരു ട്രെയിൻഡ് സ്പീക്കർ, പൊളിറ്റിക്കൽ രാഷ്ട്രീയത്തിലൊക്കെ പ്രസംഗിക്കുന്ന, ഒരുപാട് പ്രസംഗങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ് സ്റ്റംപ് സ്പീക്കർ. ഒരു മരക്കുറ്റിയിൽ ഇരുന്നു കൊണ്ടാണ് അവർ സാധാരണ പ്രസംഗിക്കാറുള്ളത്. അതുകൊണ്ടാണ് സ്റ്റംപ് സ്പീക്കർ എന്ന് പറയുന്നത്. വൺ ഓഫ് ദോസ് ലൗഡ് വോയിസ് ഫെലോസ് who shouted at the top of his voice and waved his arms wildly. അദ്ദേഹം ഇങ്ങനെ ഒച്ചത്തിൽ സംസാരിക്കുകയും കൈ ഇങ്ങനെ വീശുകയുമൊക്കെ ചെയ്യുന്നുണ്ട്. At the conclusion of the speech, അവസാനം, at the conclusion of the speech, which did not meet the views either of Abe or Dennis, ഡെന്നീസിനോ അല്ലെങ്കിൽ അബ്രഹാം ലിങ്കനോ
അവരുടെ കാഴ്ചപ്പാടുമായി അത് ഒത്തുപോകുന്നില്ലെന്ന് മനസ്സിലായി. ദ ലെറ്റർ ഡിക്ലെയർഡ് ദാറ്റ്, പിന്നീട് അവർ പ്രഖ്യാപിച്ചു, ആബ് വുഡ് മേക്ക് എ ബെറ്റർ സ്പീക്ക് ദാൻ ദാറ്റ്, അദ്ദേഹത്തെക്കാൾ നന്നായി ആബ് പ്രസംഗിക്കുമെന്ന് ഡെന്നീസ് പ്രഖ്യാപിച്ചു. വേറപ്പോൺ, അപ്പോഴേക്കിനും ഹി ഗോട്ട് എ ഡ്രൈ ഗുഡ്സ് ബോക്സ്, ഒരു ചരക്കുപെട്ടി കൊണ്ടുവന്നു. ആൻഡ് കോൾ ഓൺ ആബ് ടു റിപ്ലൈ ടു ദി ക്യാമ്പയിൻ ഒറേറ്റർ, ആ ക്യാമ്പയിൻ ഒറേറ്റർക്ക് മറുപടി കൊടുക്കാൻ വേണ്ടി ആബിനോട് ഡെന്നിസ് ആവശ്യപ്പെട്ടു. ലിറ്റിൽ ആബ് ത്രൂ ഹിസ് ഓൾഡ് സ്ട്രോ ഹാറ്റ് ഓൺ ദി ഗ്രൗണ്ട്, ആ കുട്ടി ആബ് അവൻ്റെ ഹാറ്റൊക്കെ നിലത്തെറിഞ്ഞ് ആൻഡ് മൗണ്ടിങ് ദ ഡ്രൈ ഗുഡ്സ് ബോക്സ്, ആ ചരക്കുപെട്ടിയിൽ ഓടിക്കേറി. ഡെലിവേർഡ് എ സ്പീച്ച്, എന്നിട്ടൊരു പ്രസംഗം നടത്തി. വിച്ച് ഹെൽഡ് ദ അറ്റൻഷൻ ഓഫ് ദ ക്രൗഡ്, ആ ജനക്കൂട്ടത്തിൻ്റെ ശ്രദ്ധ മുഴുവനും പിടിച്ചുപറ്റി. ആൻഡ് വൺ ഹിം കൺസിഡറബിൾ അപ്ലോസ്, അങ്ങനെ അവന് പരിഗണനീയമായ കയ്യടികളും അവിടുന്ന് നേടി. ഈവൻ ദ ക്യാമ്പയിൻ ഒറേറ്റർ അഡ്മിറ്റഡ്, ക്യാമ്പയിൻ ഒറേറ്റർ പോലും, ആ പ്രസംഗകൻ പോലും സമ്മതിച്ചു, ദാറ്റ് ഇറ്റ് വാസ് എ ഫൈൻ സ്പീച്ച്, നല്ല ഒരു പ്രസംഗമായിരുന്നു. ആൻഡ് ആൻസേർഡ് എവരി പോയിൻ്റ് ഓഫ് ഹിസ് ഓൺ ഒറേഷൻ, അവൻ്റെ പ്രസംഗത്തിൻ്റെ എല്ലാത്തിനും മറുപടി പറയുകയും ചെയ്തു എന്ന് അദ്ദേഹം കൂടി സമ്മതിച്ചു. ഡെന്നീസ് ഹാങ്സ് ഹു തോട്ട് അബ് വാസ് ദ ഗ്രേറ്റസ്റ്റ് മാൻ, ഡെന്നീസ് മനസ്സിലായി അബാണ് വലിയ മനുഷ്യൻ, അബാണ് ശ്രേഷ്ഠനായ മനുഷ്യൻ. ഹു എവർ ലിവ്ഡ്, ജീവിതത്തിൽ കണ്ട എല്ലാത്തിലും ഏറ്റവും ശ്രേഷ്ഠൻ അബാണെന്ന് മനസ്സിലായി. വാസ് ഡിലൈറ്റഡ്, അത് അദ്ദേഹത്തെ സന്തോഷിപ്പിക്കുകയും ചെയ്തു. ആൻഡ് ഹി ഓഫൻ സ്പോക്ക് ഓഫ് ഹൗ യങ് ആബ് ഗോട്ട് ദ ബെറ്റർ ഓഫ് ദി ട്രെയിൻഡ് ക്യാമ്പയിൻ സ്പീക്കർ, ക്യാമ്പയിൻ സ്പീക്കറിനേക്കാൾ ബെറ്ററായിട്ട് എങ്ങനെയാണ് ആബിനത് പ്രകടിപ്പിക്കാൻ കഴിഞ്ഞതെന്നും അദ്ദേഹം പറഞ്ഞു.